அப்போ எல்லா உழைப்புக்கும் பின்னாடி இருக்கிறது அன்பு தான். அதனால் நம்ம எதன் மீதாவது நம்ம அன்பாக இருந்து தான் தீரும். ஸோ இந்த வாழ்க்கையோட அடி ஆதாரமே അൻപ് தான். എ ലിറ്റിൽ ലൈഫ് എന്ന് പറയുന്നൊരു ബുക്കിൽ അന്ന യാനകീര എന്ന് പറയുന്നൊരു റൈറ്റർ പറയുന്നൊരു ഐഡിയ ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിന് ഒരു ഗുഡ് എന്താ പറയുക, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലേ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം പോലെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഒരു പഴക്കം, അല്ലെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ആർഗ്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന വിത്തൗട്ട് സെക്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഇതിലെല്ലാം ഉപരി നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ആ ഒരു പഴക്കം, അല്ലെങ്കിൽ ആ പഴക്കത്തിൽ അവരുമായിട്ടുണ്ടാകുന്ന ഒരു ബോണ്ടില്ലേ, ആ ഒരു ബോണ്ടെന്ന് പറയുന്നതിന് ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിനെ ലിഫ്റ്റ് ചെയ്യാം. ആ റൈറ്റർ പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണ് ശരിക്കും. റീസെൻ്റ് ടൈമിൽ മയ്യഴകൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ശരിക്കും അവർ സംസാരിക്കുന്ന അങ്ങനെയാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ആർഗ്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്സ്, അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ. അവർ പടത്തിന് സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്ന ഒരു ലൈനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ഈസ് ഗോഡ്, ലവ് ഈസ് ഫുൾഫിൽമെൻറ്റ്, ലവ് ഈസ് ഡിവൈൻ ട്രൂത്ത് എന്ന് പറയുന്നുണ്ട്. ആ ഒരു കോറ് തന്നെയാണ് ഈ ഒരു സിനിമയിൽ അവർ സംസാരിക്കുന്നത്. മയ്യഴകൻ എന്ന് പറയുന്ന സിനിമയിൽ പ്രേം കുമാർ എന്ന് പറയുന്ന ഡയറക്ടർ ആൻഡ് റൈറ്റർ. മയ്യഴകനിൽ പോലും ശരിക്കും പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. ശരിക്കും വ്യക്തി ആ ഒരു നാടിനോടും, അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ പർട്ടിക്കുലറായിട്ടൊരു വ്യക്തികളോടും, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആ പുള്ളിക്ക് കൊടുക്കുന്ന ഒരു സമാധാനവും, അല്ലെങ്കിൽ ആ ഒരു സന്തോഷവും ഉണ്ട്, അതെല്ലാം കളഞ്ഞിട്ട് പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ശരിക്കും അവിടെ തന്നെ മാറി താമസിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഈ പറയുന്ന അരുൾമൊഴി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പോകുന്നുണ്ട്. നമ്മൾ ഈ ഓരോ പർട്ടിക്കുലറായിട്ട് എന്താ പറയുക, നമ്മൾ പലതിനോടും നമ്മൾ ഓവറായിട്ടുള്ള ഒരു ഡിസയർ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്സ് നമ്മളത് എത്രത്തോളം എന്താ പറയുക ഒരു പീക്കിലെത്തിക്കുന്നത്. അപ്പോൾ 3 of Us എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അപ്പോൾ അതിലും ഈ പറയുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ എന്താ പറയുക, അതിലൊരു ക്യാരക്ടർ ഡൈമെൻഷ്യ എന്ന് പറയുന്ന ഒരു മറവി രോഗം ബാധിക്കുന്നുണ്ട്, ഡിമെൻഷ്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ക്യാരക്ടർ ആ പുള്ളിയുടെ മെമ്മറീസ് റീകളക്ട് ചെയ്യാൻ നടത്തുന്നൊരു ജേണി പോലെ. എന്ന് പറയുന്ന പോലെ തന്നെ മയ്യഴകൻ്റെ ഈ ഒരു ഫിലിമിലാണെങ്കിൽ പോലും ഒരു ക്യാരക്ടറും ആ പറയുന്നൊരു റീകളക്റ്റിംഗ് എന്ന് പറയുന്നത്, എന്താ പറയുക, റീകളക്റ്റിംഗ് ഹിസ് മെമ്മറീസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, ആ ഒരു വ്യക്തി ആ ഒരു വീട് ഓരോ മുറിയായിട്ട് ക്ലോസ് ചെയ്ത് വരുന്നൊരു ഷോട്ടൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മുറിയിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വരുമ്പോൾ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പതിയെ ഓരോ ലൈറ്റ് ഇട്ട് ഫുള്ള് ബ്ലാക്ക് ആവുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഇതിൽ കാണിക്കുന്നൊരു പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫസ്റ്റ് ഷോട്ട് തന്നെ ഒരു എന്താ പറയുക ശ്രീകോവിൽ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ നട ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് തിരികെടുത്തുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്നൊരു പാട്ടിൻ്റെ എൻഡിൽ, അല്ലെങ്കിൽ അവർ അവിടുന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് അവരുടെ വീടും ആ ഒരു പുള്ളി, അല്ലെങ്കിൽ അരുൾമൊഴി എന്ന് പറയുന്നൊരു ക്യാരക്ടർ അത് ക്ലോസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ഔട്ട് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ പുള്ളിയുടെ ഒരു ഇരുട്ടായിട്ട് തന്നെയുള്ളൊരു റൈറ്റിങ്ങിലൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് അതിനെ കൊണ്ടുവരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇറങ്ങി വന്നിട്ട് ആ ഒരു ഡോറ് ക്ലോസ് ചെയ്യുന്നൊരു സീനുണ്ട്. അപ്പോൾ ആ ഒരു ആളുടെ എന്താ സ്വപ്നങ്ങളും, അല്ലെങ്കിൽ ആളുടെ ഒരു എല്ലാം അവിടെ ഒരു പൂട്ടി വെച്ചിട്ട് പോകുന്ന പോലെ ഒരു ഇൻറ്റൻഷനിൽ അങ്ങനെ കാണിക്കുന്ന പോലെയാണ്. പാസ്റ്റ് ലൈഫ്സ് എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്. അപ്പോൾ അതിൽ പറയുന്നൊരു ഐഡിയ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ലീവ് സംതിങ് ബിഹൈൻഡ് ഗെയിൻ സംതിങ് ടു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗെയിൻ സംതിങ് ടു എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മുടെ പാസ്റ്റിൽ, അല്ലെങ്കിൽ നമുക്ക് കടന്നുപോയ കാലത്തിൽ നമ്മൾ എന്താണോ നഷ്ടപ്പെടുന്നത്, എന്തോ ഗെയിൻ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തോ ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്കം വരാനുണ്ടെന്ന് പറയുന്നൊരു ചെറിയൊരു ഡയലോഗാണ് ആ ഒരു ഫിലിമിൽ. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. അപ്പോൾ ഈ പറയുന്ന ഒരു ക്യാരക്ടറും എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് റിട്ടേൺ അവിടെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ അവിടെ വന്നിട്ട് ആ ഒരു മയ്യഴകൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറെ മീറ്റ് ചെയ്ത് ആ ഒരു മീറ്റിങ്ങിൽ, അല്ലെങ്കിൽ ആ പറയുന്നൊരു ഞാൻ ആദ്യം പറഞ്ഞു തന്നെ ആ രണ്ടുപേരുടെ തമ്മിലൊരു ബോണ്ട്, അല്ലെങ്കിൽ അതിലൊരു കോൺവെർസേഷൻസ്, ഇതിൻ്റെ എല്ലാം ഒരു ആഫ്റ്റർ എഫക്റ്റിലാണ് ഈ അരുൾമൊഴി എന്ന് പറയുന്നൊരു ക്യാരക്ടർ തന്നെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ഡയലോഗ് തന്നെ അവർ പറയുന്നുണ്ട്, ഞാൻ തന്നെ എന്നെ മനസ്സിലാക്കിയത് അവൻ മൂലമെന്ന് പറയുന്നുണ്ട് ഈ ഒരു ഫിലിമിലാണെങ്കിൽ പോലും. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എന്താണോ നഷ്ടപ്പെടുത്തിയത്, അല്ലെങ്കിൽ എന്താണോ ലഭിക്കാതെ പോയത്, മേ ബി നമുക്കത് വേറൊരു രീതിയിൽ ചിലപ്പം ലഭിക്കും. ഇപ്പോൾ ഇതിൽ അരുൾമൊഴി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഈ പറയുന്ന ആ ഒരു വീട് ഏതോ രീതിയിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കാർത്തി പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടറിലൂടെ ആ ഒരു ഫംഗ്ഷനിൽ വന്നുകൊണ്ട് തന്നെ മേ ബി ആ പറയുന്ന ഒരു വ്യക്തിക്ക് ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയേക്കാം. ആ ഒരു കോൺവെർസേഷൻ തന്നെയാണ് അരുൾമൊഴിക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ടേക്ക് അവേ ഉണ്ടാകുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിനുശേഷമാണ് ആ ഒരു ചെരുപ്പ് മാറിയിടുന്ന സീനൊക്കെ വരുന്നുണ്ട്. ആളുടെ ക്യാരക്ടറിൽ തന്നെ ഭയങ്കര ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കല്യാണത്തിന് വരുന്ന ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് വരുമ്പം ഈ അരുൾമൊഴി എന്ന് പറയുന്നൊരു ക്യാരക്ടർ പഴയൊരു സ്നേഹിച്ചൊരു പെണ്ണിനെ, അല്ലെങ്കിൽ അവർ മീറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ആ ഒരു മൊമെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക, പരസ്പരം അവർക്ക്
ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ പറയുന്നൊരു എന്താ പറയുക ആ ഒരു ഡയറക്ടർ അത് കൺവേ ചെയ്തേക്കുന്നതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അത്രയും നാളുകൾക്ക് ശേഷം കാണുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു വിഷയം ഒരു 2 മിനിറ്റ് താഴെയുള്ള ആ ഒരു സീൻ, പക്ഷേ അത് നമുക്ക് തരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഭയങ്കര. എന്നുവെച്ചാൽ ഇങ്ങനെ നമുക്കിതിനെ കാണിക്കാം വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കാണുന്ന ഒരു നമ്മളെങ്ങനെയാണോ ലവ് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് പല ഡയറക്ടേഴ്സും അല്ലെങ്കിൽ വരുന്നത് അവർ തമ്മിൽ ആ ഒരു മിനിറ്റ് സംസാരിച്ചിട്ടുള്ള അവർ തമ്മിലുള്ള ഒരു ഇന്നർ കണക്ഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എനിക്ക് അതിനകത്ത് കണ്ടിന്യൂ തോന്നി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വ്യക്തികൾക്ക് പല താല്പര്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആ ഒരു സൊസൈറ്റിയോ അല്ലെങ്കിൽ ആ പറയുന്ന ഫാമിലിയുടെ ഒരു പ്രഷർ കൊണ്ടോ ചിലപ്പോൾ അത് നടന്നില്ല എന്ന് പറയും. ഇപ്പം അതിൽ ആ ലേഡി പറയുന്ന ഒരു ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരത്തോട്ട് എന്നെ കല്യാണം കഴിച്ച് വിടണമല്ലോ എന്നുള്ള ഒരു ഇതിൽ ആ ഫാമിലി അത് വേണ്ടാന്ന് വെച്ചു. ഇന്നിപ്പോൾ എല്ലാവരുടെയും കൺമുന്നിലുണ്ട്, പക്ഷെ ആരും എന്നെ നോട്ടീസ് ചെയ്യുന്നില്ല, പക്ഷെ ആരും എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരുടെ ആഗ്രഹങ്ങൾ നമ്മൾ എന്താ പറയുക ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ വ്യക്തികളുടെ ആഗ്രഹത്തെ നമ്മൾ കൈകടത്തി അവരുടെ ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചോയ്സിനെ നമ്മൾ ചൂഷണം ചെയ്യുന്നവരായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് അതിൽ അവർ പറയുന്നൊരു വേറൊരു ഡയലോഗും കൂടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു ആ റൈറ്റിംഗ് ആണ് അതിൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് നിന്നെ തന്നെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് അരുൾമൊഴി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് പറയുന്നൊരു ഇതൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ആ ഒരു ചോയ്സാണ്. ആ ഒരു പാസ്റ്റ് ഓൾറെഡി അത് പാസ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ നമുക്കതിൽ ഓപ്ഷൻ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ നമ്മൾക്കായിട്ടല്ല, നമ്മൾ പരസ്പരം മറ്റാർക്കോ വേണ്ടി ഒരു ലൈഫ് റൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫാമിലിക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ആ ഒരു സാക്രിഫൈസ് ചെയ്യാന്നൊക്കെ പറയില്ല എന്ന് പറയുന്ന പോലെ. ആ ഒരു മിനിറ്റ് സീനുള്ളെങ്കിലും അതിൻ്റെ അകത്തുനിന്നൊരു ഒരു 2-3 പേജ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് വേറെ ഒരു സ്റ്റോറി ഉണ്ടാക്കാനുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്. അവർ ആ സംസാരിക്കുന്നൊരു വിഷയം. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് പറയുന്നുണ്ട്, നീ മാറിടാതെ ഇങ്ങനെ തന്നെ ഇരിക്കണം, നീ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം എന്ന് പറയുന്നൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അത്രത്തോളം അട്രോസിറ്റീസ് നടക്കുന്ന ഒരു ടൈമാണ്. ഇപ്പം നമുക്ക് ഏത് രീതി ചിന്തിക്കുക, അടുത്ത നിമിഷം ആര് എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം ഇതുള്ളൊരു ടൈമിൽ ഒരു വ്യക്തി അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ല, അത്രത്തോളം കൈൻഡായിട്ട് അത്രത്തോളം എല്ലാവരോടും അൻപായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനും അല്ലെങ്കിൽ ആ പുള്ളിയുടെ ഒരു സറൗണ്ടിങ്ങിൽ പുള്ളി ഹാപ്പിയാണ്. ആ ഒരു ലൈഫ്, ആ ഒരു വില്ലേജ് ലൈഫിൽ ഈ പറയുന്ന മയ്യഴകൻ എന്ന് പറയുന്ന ഒരാൾ ഹാപ്പിയാണ്. അപ്പം ആ പറയുന്ന ഒരു വ്യക്തിയോട് ആകെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ക്യാരക്ടറിന് പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡയലോഗും എനിക്ക് തോന്നുന്നു റൈറ്റിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മാറുക, നീ ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന് പറയുന്നൊരു ഡയലോഗാണ് ശരിക്കും. മൊഴി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ചേഞ്ച് ആവാനായിട്ടുള്ളൊരു ഒരു ടൂള് പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്നൊരു ഫിലിമുണ്ട്. അപ്പോൾ അതിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നൊരു ബോണ്ടിങ് അല്ല, ഒരു കമ്മ്യൂണിക്കേഷനിൽ ആ ഒരു ജേർണി ത്രൂ ഔട്ട് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഫിലിമിൻ്റെ എൻഡിൽ ഈ പറയുന്ന ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ പറയുന്ന ഇപ്പം സുഡാനി ഫ്രം നൈജീരിയയിലാണെങ്കിൽ ആ പറയുന്ന ഒരു സൗബിൻ പ്ലേ എന്നൊരു ക്യാരക്ടറിന് ഇൻറ്റേർണലി ഭയങ്കര ഒരു ഇന്നർ ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മൾ ഔട്ടറായിട്ട് നോക്കുന്നതിൽ ഒരു ഇന്നർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അവരുടെ ലൈഫിനോടുള്ള ഒരു അപ്രോച്ച് ആയിക്കോട്ടെ, ഫാമിലിയോടുള്ള ഒരു അപ്രോച്ച് ആയിക്കോട്ടെ. ആ ഒരു ഫിലിമിൽ സൗബിന് ആ ഒരു ഫിലിമിൽ ഒരു വലിയൊരു ടേക്ക് അവേ ഉണ്ടാകുന്നുണ്ട്. എന്ന് പറയും അരുൾമൊഴി എന്ന് പറയുന്നൊരു ക്യാരക്ടറിന് ഈ മയ്യഴകൻ മൂലം വളരെ ഒരു ലൈഫിനെ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആളുടെ ഒരു വിശ്വാസങ്ങളെല്ലാം തകർത്തുകളയുന്ന രീതിയിലുള്ള ഒരു ഇമോഷണലി ആണെങ്കിലും അല്ലെങ്കിൽ ആളുടെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ പറയുന്നൊരു എമോഷണൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളിൽ ഈ പറയുന്നൊരു മയ്യഴകൻ കാണുന്നൊരു പോയിന്റ് ഓഫ് വ്യൂ അല്ല ഈ പറയുന്നൊരു അരുൾമൊഴി എന്ന് പറയുന്നൊരു ക്യാരക്ടറിന്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. സുഡാനി ഫ്രം നൈജീരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെയിം പ്ലോട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു പർട്ടിക്കുലറായിട്ടൊരു സിറ്റുവേഷനിലോട്ട് വേറൊരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ വേറൊരു പൊളിറ്റിക്സ് ഉള്ള ഒരു ക്യാരക്ടർ വന്നിട്ട് അവരുടെ ഒരു പെർസ്പെക്റ്റീവും അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു ജേർണിയിൽ ഈ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ഒരു നെക്സ്റ്റ് സ്റ്റേജിലോട്ടൊക്കെ പോകാമെന്ന് പറയും. ലൈഫിൻ്റെ തന്നെ ഒരു വേറൊരു തലം കൊടുക്കുന്നില്ല. അതുകൊണ്ട് സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്നൊരു ഫിലിമാണെങ്കിലും അവർ തമ്മിലുള്ളൊരു പോകെ ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു ജേർണി നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ ആ ഒരു വ്യക്തിയുള്ള ഒരു പഴക്കത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. അത് വ്യക്തികൾ മൂലം. പ്രേമിൻ്റെ 2 സിനിമകൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്സാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 96 ആണെങ്കിൽ ഒരു ലവ് അല്ലെങ്കിൽ ഈ പറയുന്ന 2 മെയിൽ ആൻഡ് ഫീമെയിൽ ആണെങ്കിൽ ഇതിൻ്റെ പ്ലോട്ട് വൈസ് ആണെങ്കിലും പടം രണ്ടും സെയിം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലറായിട്ടൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ 96 പോലും ഒരു ഫംഗ്ഷനിൽ 2 വ്യക്തികൾ മീറ്റ് ചെയ്തിട്ട് ലോങ് ഡിസ്റ്റൻസിൽ കാണാതിരുന്ന 2 വ്യക്തികൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ട് അതിന് ശേഷം അവരുടെ ലൈഫിൽ എന്തായെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ മെയ്യഴകനിലാണെങ്കിൽ പോലും
പ്ലോട്ട് വൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സെയിം കൈൻഡ് പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദ് സ്വാമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ആ ഒരു വ്യക്തി നീണ്ട നാളുകൾക്ക് ശേഷം ആ പറയുന്ന റിട്ടേൺ ആ ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷൻ, ഈ 96 ആണെങ്കിലും ഒരു ഫംഗ്ഷനാണ്, അവരൊരു എന്താ പറയുക റീയൂണിയൻ പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ മീറ്റ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഒരു നൈറ്റ് അല്ലെങ്കിൽ ആ ഒരു മോർണിംഗ് ആകുമ്പോഴത്തേക്ക് ആ ഒരു രണ്ട് ക്യാരക്ടറുകൾക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലാണെങ്കിൽ പോലും 96 പോലും ആ പറയുന്ന ഒരു തൃശ്ശയും അല്ലെങ്കിൽ ആ വിജയ് സേതുപതിയും പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടറിന് ആ ഒരു മോർണിംഗിൽ അവർക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളതിലാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നൊരു സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ മയ്യഴകിലാണെങ്കിൽ പോലും ഈ പറയുന്ന ഒരു ഫംഗ്ഷന് ശേഷം അല്ലെങ്കിൽ ആ പറയുന്ന ഒരു മാരേജിന് ശേഷം എന്താ പറയുക പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആ പറയുന്ന ഒരു രണ്ട് ക്യാരക്ടറുകൾ തമ്മിൽ ഒരു ജേർണിയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രേമിൻ്റെ റൈറ്റിംഗ് തന്നെ ആ ഒരു തരത്തിലാണ്. ഒരു രണ്ട് വ്യക്തികളെ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ആ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശ മറ്റേ നമ്മുടെ 96 പോലും തൃശ്ശയും അതുപോലെ തന്നെ ആ പറയുന്ന വിജയ് സേതുപതിയും മാത്രമേ ഉള്ളൂ ആ ഒരു നൈറ്റിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു മോർണിംഗിൽ എന്താ പറയുക അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ്. പക്ഷേ രണ്ട് സിനിമയിൽ അപ്പോൾ രണ്ട് സിനിമയിലാണെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറിലാണെങ്കിൽ പോലും തൃശ്ശ എന്ന് പറയുക വിജയ് സേതുപതിയോട് പറയുന്നൊരു കാര്യമുണ്ട്. വിജയ് സേതുപതി ലൈഫിലൊരു പോയിൻറ്റ്ലെസ് ആയിട്ട് നടക്കുന്നൊരു സിറ്റുവേഷനിലാണെങ്കിൽ ആ ഒരു സ്റ്റേജ് അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പോൾ പുള്ളി. അപ്പം തൃശ്ശ ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല, നിങ്ങൾ ലൈഫിൽ എന്താ പറയുക നീ ഒരു വിവാഹം കഴിക്കണമെന്ന് പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന് ഒരു ഹോപ്പ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു തൃശ്ശ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ വിജയ് സേതുപതിയോട് വെച്ചാൽ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ലൈഫ് ഇനി മുന്നോട്ട് പോകണമെന്ന് പറയുന്ന അതുപോലെ തന്നെ മെയ്യഴകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലും മെയ്യഴകൻ അല്ലെങ്കിൽ കാർത്തി പ്ലേ ചെയ്യുന്നൊരു ക്യാരക്ടർ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും പറയുന്ന അരവിന്ദ് സ്വാമിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ അവരോട് വെച്ചിരിക്കുന്ന ഒരു പകയോ അല്ലെങ്കിൽ ആ ഒരു കാര്യമെല്ലാം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സിനിമയിലാണെങ്കിൽ പോലും ഈ ക്യാരക്ടറുകൾ ഒരു പോയിന്റിലെത്തുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ടൂളായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ട്, ഞാനൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഓപ്പോസിറ്റ് ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് സിനിമയുടെ ക്ലൈമാക്സ്. അതുപോലെ തന്നെ ക്ലൈമാക്സും ഓഡിയൻസിന് ഇൻറ്റർപ്രറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. 96 പോലും ഇപ്പം ഞാൻ രണ്ട് സിനിമ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിലൊരു റൈറ്റിംഗ് പാറ്റേണൊക്കെ എല്ലാം സെയിമാണ്. 96 പോലും ഈ പറയുന്ന എൻഡിങ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റബിൾ അല്ല. അല്ലെങ്കിൽ അതിന് ശേഷവും നമുക്കൊരു ഒരു ഹോപ്പ് അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചോ നമുക്ക് നമ്മുടേതായ ഒരു ഓൺ ഐഡിയയിൽ നമ്മൾ എന്താ പറയുക എടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ 96 ബാഗ് ക്ലോസ് ചെയ്യുന്ന പോലെ ഒരു സീൻ മാത്രമേ ഉള്ളൂ, അതിനുശേഷം ഒന്നുമില്ല. ഇതിലും ഒരു എന്താ പറയുക അരവിന്ദ് സ്വാമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വന്നിട്ട് ഡോറിൽ മുട്ടുന്ന ഒരു സീൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം എന്ത് നടന്നു എന്നുള്ളത് ഓഡിയൻസിന് വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ഫിലിമിലും. ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കോട്ട് പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് റോങ് ട്രെയിൻ വിൽ ഗെറ്റ് ടു ദ റൈറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട്. ചില ടൈമിൽ നമ്മൾ എടുക്കുന്ന ഒരു റോങ് തീരുമാനം അല്ലെങ്കിൽ തെറ്റായൊരു തീരുമാനമായിക്കോട്ടെ അല്ലെങ്കിൽ മേ ബി നമുക്കൊരു നല്ലൊരു ഔട്ട്പുട്ട് മേ ബി തരാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന അരുൾമൊഴി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ഈ ഒരു ഫിലിമിൽ ആ മനസ്സിനൊട്ടും താല്പര്യമില്ലാതെ എടുത്ത ആ ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ആ ഒരു കല്യാണത്തിന് പോകാമെന്ന് പറയുന്ന ഒരു തീരുമാനമാണ്. ആ ചെറിയ രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സ് ലൈഫിലുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടില്ലാതിരുന്നൊരു ആൾക്ക് വീട് ലഭിക്കുക എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ വീട് അത് നേടിയെടുക്കുക എന്ന് പറയുന്ന ആ ഒരു മോട്ടീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പറയുന്നൊരു കോൺവെർസേഷൻ്റെ എന്താ പറയുക ഒരു ആഫ്റ്റർ എഫക്റ്റാണെന്നേ പറയുള്ളൂ. എന്നാൽ പോലും ഇതിൽ കാർത്തിയുടെ ഒരു എന്താ പറയുക ഒരു വാർ സീനൊക്കെ സംസാരിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സാധനമാണ്. റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് എല്ലാ സിനിമകളും അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മൊമെൻറ്റ്സ്, ക്യാരക്ടേഴ്സ്, ആൾക്കറിയാവുന്ന എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ സ്റ്റോറീസ് ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റോറിക്ക് ഭയങ്കര ഡെപ്ത് ഉണ്ടാവും. ലൈവാണ് പടം, ഭയങ്കര ലൈവാണ്. ഇപ്പോൾ ഈ പറയുന്ന റൈറ്റർ ആണെങ്കിൽ പോലും നമ്മൾ പ്രേം എന്ന് പറയുന്ന റൈറ്റർ ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ്. എന്ന് വെച്ചാൽ രണ്ട് സിനിമയെ ചെയ്തിട്ടുള്ളൂ, 96 അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ മെയ്യഴകൻ എന്ന് പറയുന്ന ഒരു ഫിലിം ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത്രത്തോളം മെച്ചൂർ എന്നല്ല പറയുന്നത്, ഭയങ്കര എന്താ പറയുക നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റൈറ്റിംഗ് ആണ്.